ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മിനി ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. ഇതൊരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്പനിയാണ് കാണിക്കുന്നത്. അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പണം താ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനിയുടെ സിഇഒ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനായിരുന്നു. പക്ഷേ അയാളെയും കാണാനില്ലായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണെങ്കിൽ ഇവിടെ ഹീറോയിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവളെയും കാണാനില്ലായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ കുറച്ച് ആൾക്കാരെയൊക്കെ വിട്ട് അന്വേഷിപ്പിച്ചിട്ട് അവൾ എവിടെയാണെന്നുള്ളത് കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ചേർത്തിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ കറക്റ്റായിട്ട് അവിടെ വന്ന് ഹീറോയിനെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഹീറോയിൻ കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. അതിനുശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് കാണിക്കുന്നില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾ വലിയ കുട്ടിയായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്നത്തെ ആ ഇൻസിഡൻറ്റിന് ശേഷം അവളുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലേഡി അവൾ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഒരു പാവപ്പെട്ട ലേഡിയായിരുന്നു. പക്ഷെ അവർക്ക് കാശിന് ഭയങ്കര ആർത്തിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പണക്കാരനായ കിളവൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അയാളെ കാണുമ്പോഴത്തേക്കും ഹീറോയിനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്ന ആ ലേഡിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അയാളെ എങ്ങനെയെങ്കിലും ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ തൻ്റെ ലൈഫ് രക്ഷപ്പെടുമെന്നുള്ളത് അറിയായിരുന്നു. അങ്ങനെ ഹീറോയിനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നോട് ഇത് പറയാനായിട്ട് തോന്നുന്നത്? ഞാൻ ഈ കിളവനെ കല്യാണം കഴിക്കാനോ? അതിന് ഞാൻ മരിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അമ്പിനും വില്ലിനും അവൾ അടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഹീറോയിൻ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവൾ ഒരു ദിവസം ജോലിക്ക് പോകുന്ന ടൈമിൽ അവളോട് ഒരു റൂം പോയി ക്ലീൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾ ആ റൂമൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് അവൾ ക്ലീൻ ചെയ്യേണ്ട റൂം ഇതല്ലായിരുന്നുവെന്നും റൂം മാറിപ്പോയി എന്നുള്ള കാര്യം. ഇതേ സമയം ആ സെയിം റൂമിലായിരുന്നു നമ്മുടെ ഹീറോ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവനാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ അവൻ രക്ഷപ്പെടുത്തിയ ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണെന്നുള്ള കണ്ടെത്തലുകളിലായിരുന്നു. ഇത്രയും നാളായിട്ടും അവളെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ആ പെൺകുട്ടിയെ ആരോ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നുള്ളതെന്നുള്ള കാര്യം. അങ്ങനെ അവളെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് നേരെ ബെഡിൻ്റെ അവിടേക്ക് വരുമ്പോഴായിരുന്നു അവിടെ ആരോ കിടക്കുന്ന പോലെ ഇവന് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബെഡ്ഷീറ്റ് എടുത്തുനിന്ന് മാറ്റുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനായിരുന്നു അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ റൂം മാറിപ്പോയല്ലോ. അവൾക്കാണെങ്കിൽ നാണം കിടുമെന്നുള്ള പേടിയിലായിരുന്നു അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവം കൈയോടെ പൊക്കി എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ സോറി സാർ, എനിക്ക് റൂം മാറിപ്പോയതാന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളെ കാണുമ്പോൾ എന്തോ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യം അവൻ്റെ അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ടായിരുന്നു. അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ വെറും ഒരു അസിസ്റ്റൻ്റ് അല്ല കേട്ടോ, ഇവനൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ ഇന്ന് റൂമിൽ ഒരു പെൺകുട്ടി റൂം മാറി വന്നതും താനത് കൈയോടെ പിടിച്ചപ്പോൾ അവളെ ഇറങ്ങി ഓടിയ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറകിൽ കൂടെ, അതായത് ഇവർ ഇരിക്കുന്നതിൻ്റെ പുറകിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു. അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിനെ തപ്പിപ്പിടിച്ചിട്ട് ഹീറോയിൻ്റെ അമ്മയും പിന്നെ ഹീറോയിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആ കിളവനും കൂടെ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അവർക്കൊരു കാരണവശാലും പിടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓടി വരുന്ന സമയത്ത് ഹീറോ അവളെ കാണുന്നുണ്ടായിരുന്നു. ഇതോ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെൺകുട്ടി, അത് അവളാണെന്ന് പറയുമ്പോഴത്തേനെ ഇവരാണെങ്കിൽ ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഹീറോയിനാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ്റെ ഈ അഡോപ്റ്റ് ചെയ്ത അമ്മയ്ക്കും ഈ കിളവനും നീന്തൽ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇത് കാണുന്ന ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ വെള്ളത്തിലിങ്ങനെ താഴ്ന്നു പോകുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് അവളെ ചെന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു കാര്യം മനസ്സിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. താൻ ഇവളെ ആദ്യമായിട്ടല്ല കാണുന്നത്, മുന്നേ എപ്പോഴും ഞാൻ ഇവളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യെ പിടിച്ചിട്ട് നേരെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വലിക്കുന്ന സമയത്ത് ഹീറോയുടെയും ഹീറോയിൻ്റെ ലിപ്സ് തമ്മിൽ ടച്ച് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവളെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയിന് ബോധം വരുന്ന സമയത്ത് ഹീറോയുടെ ബെഡിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാനെങ്ങനെ ഇവിടെ എത്തി? ഇതെവിടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ പേടിക്കണ്ട, നീ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവൾ പെട്ടെന്ന് അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് അല്ലായിരുന്നു, വേറെ ഇതൊരു ഷർട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡ്രസ്സ് ഇത് ആരാ മാറ്റിയത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇവിടെ ഒരു ഹെൽപ്പർ ലേഡി ഉണ്ട്, അവരോട് പറഞ്ഞിട്ട് അവർ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അവൾക്കൊന്ന് ശ്വാസം നേരെ വീണിട്ടുണ്ടായിരുന്നത്. ബോധം വന്നതിൽ പിന്നെ ഹീറോയിൻ്റെ മൈൻഡ് ഒന്നും ഒട്ട് ശരിയല്ലായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെ പിച്ചും പയ്യും പറയുന്നുണ്ടായിരുന്നു. ഹീറോയുടെ അടുത്തേക്ക് പോയിട്ട് അത് എന്നെ മുന്നേ ആരൊക്കെയോ ചേർന്നിട്ട് ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു. ആ സമയത്ത് ഒരു ആൾ വന്നെന്നെ രക്ഷപ്പെടുത്തി. പക്ഷെ അയാൾ എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് പെട്ടെന്ന് താൻ ഇത്രയും വർഷം അന്വേഷിച്ചുകൊണ്ട് നടന്ന ആൾ ഇവളാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു. അതായത് താൻ ഒരു വലിയ കമ്പനിയുടെ സിഇഒയുടെ മകളാണെന്നും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം തനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയതാണെന്നും ഇപ്പോൾ തൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അന്ന് ആ കമ്പനിയിൽ കുറേ ഇഷ്യൂ നടന്നിട്ടില്ലേ, അത് ഇയാളെ മനഃപൂർവ്വം ആരൊക്കെയോ ചേർന്ന് കുടുക്കിയതായിരുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ അയാൾ അന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പിന്നിൽ പ്രവർത്തിച്ചത് ആരാന്നുള്ളത് ഇതുവരെ മാർഗം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മുടെ ഹീറോ ആണെന്ന് വേണമെങ്കിൽ പറയാം.
ഇതെല്ലാം ഹീറോയിൻ അറിയുന്ന സമയത്ത് അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നോ, ഞാൻ എന്താ ഇതൊന്നും അറിയാതിരുന്നെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് വിഷമിക്കുന്ന സമയത്ത്, നീ വിഷമിക്കണ്ട, നമുക്കിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നിരുന്നാലും അവരെ കണ്ടെത്താമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിന് തൻ്റെ വീട്ടിലേക്ക് തിരികെ പോകണമെന്നുള്ള കാര്യത്തിൽ ഭയങ്കര നിർബന്ധമായിരുന്നു. ഹീറോ ആ സമയത്ത് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെയും ഫാമിലിയും ഇങ്ങനെയൊക്കെ ആക്കിയ സ്ഥിതിക്ക് നീ എന്തായാലും ഇവിടെ ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവനും അത് ആപത്താണ്. അതുകൊണ്ട് നീ അവിടേക്ക് പോകുന്നത് സേഫ് അല്ല, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തട്ടെ, അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ തന്നെ ഇരിക്കുക നല്ലതെന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ പോകണമെന്നും എൻ്റെ അച്ഛനെ ഇങ്ങനെ കുടുക്കിയത് ആരൊക്കെയാണെന്നുള്ളത് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണമായിരുന്നു. ഹീറോ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൾ കേൾക്കാത്തത് കാരണം ഇവളെ നിർബന്ധപ്രകാരം ഹീറോ നേരെ ഇവളെ അവളുടെ വീടിൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി ഇറക്കി വിടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നത് സാധാരണക്കാരിയുടെ ഒരു വേഷത്തിലായിരുന്നു. അത് മാത്രമല്ല, അവിടെയാണെങ്കിൽ ഒരു വേലക്കാരുടെ പോസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ പോസ്റ്റിലേക്കായിരുന്നു അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് വരുന്ന സമയത്ത് ആ വീടിനൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ ടോട്ടൽ 4 പേരാണുള്ളത്. മുത്തശ്ശനും മുത്തശ്ശൻ്റെ മകളും പിന്നെ ഒരു പേരക്കുട്ടിയും അവരുടെ ഹസ്ബൻഡും. അങ്ങനെ ടോട്ടൽ 4 പേര്. അവരെവിടേക്കാണ് താമസിക്കുന്നതെന്നും ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം അവിടെ കുറച്ച് ഹെൽപ്പേഴ്സ് ഉണ്ടെന്നും ഈ ഹെൽപ്പേഴ്സിനൊക്കെ ആയിട്ട് ഒരു ഹെഡ് ഉണ്ട്, അത് ഇച്ചിരി പ്രായം ചേർന്നൊരു ലേഡിയായിരുന്നു, അവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം അന്ന് രാത്രി എങ്ങനെയൊക്കെയോ ആരെയും കാണിൽപ്പെടാതെ ഹീറോയിൻ നേരെ അവളുടെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അയാൾ മരിച്ചതിൽ പിന്നെ ആ റൂം അങ്ങനെ തുറക്കാറില്ലായിരുന്നില്ല, അടച്ചു പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. വർഷങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയൊക്കെ ഉണ്ടായിരുന്നു. നേരെ കയറി വരുന്ന സമയത്ത് അവൾ കാണുന്നത് അവൾ കുഞ്ഞായിരുന്ന സമയത്ത് അവളുടെ അമ്മയും അച്ഛനും അവളും കൂടെ ഒരുമിച്ചെടുത്തൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മ എപ്പോൾ ആക്സിഡൻറ്റിലെങ്ങാനോ മരിച്ചു പോയെന്നായിരുന്നു ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ മരിച്ചു പോയെന്നോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മുടെ ഹീറോയിന് വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ആ ഫോട്ടോ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടായിരുന്നു. ഈ കഥാപാത്രം ആരാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഒരു കസിനില്ലേ, അതായത് ആ മുത്തശ്ശൻ്റെ പേരക്കുട്ടിയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഇത്. ആ കസിനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ല, എന്തോ അത്യാവശ്യമായിട്ട് അബ്രോഡ് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മുടെ ഹീറോയിനോട് വന്ന സമയം തൊട്ട് ഇവനാണെങ്കിൽ ഹീറോയിനോട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിനും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവനിങ്ങനെ കയറി പിടിക്കാനായിട്ട് വരുന്ന സമയത്ത് അവൻ്റെ ആസ്ഥാനത്ത് നോക്കി ഹീറോയിനൊരു ചവിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ തൻ്റെ ഭാര്യ വരുന്നതിന് മുന്നേ തന്നെ എങ്ങനെയെങ്കിലും റൂമിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അവൾ വന്നിട്ട് 100 ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഒരു ഹെൽപ്പറിനെ വിളിച്ചിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഭാര്യ വരുന്നതിന് മുന്നേ റൂമിൽ കൊണ്ടുപോയി ആക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവനെ വീൽ ചെയറിലെടുത്തിട്ട് നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കറക്റ്റായിട്ട് അവൻ്റെ ഭാര്യ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് 100 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ സ്ഥിരം പരിപാടി ഇവിടെ തുടങ്ങിയല്ലേ, ഈ പുതുതായിട്ട് വന്ന പെൺകുട്ടിയോട് നീ എന്തായി കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഹെൽപ്പേഴ്സിനൊക്കെ ഉള്ളൊരു ഹെഡില്ലേ, ആ പ്രായം ചേർന്ന ലേഡി, അവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് തൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവനെതിരെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ടായിരുന്നു. ഇതുവരെയും തൻ്റെ ഭർത്താവിനെ അവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരുന്നതെങ്കിലും ഇവരിങ്ങനെ വന്ന് പരാതി പറഞ്ഞപ്പോഴത്തേക്കും നേരെ ഇവർ ഈ പാവ സ്ത്രീയെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. ഓഹോ, എൻ്റെ ഭർത്താവിനെയൊക്കെ പറയാനായിട്ട് നിനക്ക് എന്താ അധികാരമുള്ളത്, ഇന്ന് മുതൽ ഇനി നീ ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അയ്യോ, അതോടുകൂടെ ആ ലേഡിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. മാഡം പ്ലീസ് മാഡം, അങ്ങനെയൊന്നും പറയരുത് മാഡം, ഞാൻ എത്ര വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാടിരുന്ന് കരയുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ സഹോദരി വരുന്നുണ്ടായിരുന്നു. ഈ സഹോദരി പറയുന്നത് പ്രായം ചേർന്ന ആളൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞു പെൺകുട്ടിയാണ്. ഇതിൽ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി നമ്മുടെ ഹീറോ ആയിട്ടുള്ള കല്യാണം 2 വീട്ടുകാരും കൂടെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ വന്നിട്ട് പറയുന്നുണ്ട്, നീ വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട, ഇവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ മുത്തശ്ശനെ വിളിച്ച് പറയണോ അതോ നീ മര്യാദയ്ക്ക് ഇരിക്കണോ എന്ന് പറഞ്ഞിട്ട് ആ പേരക്കുട്ടി, അതായത് നമ്മുടെ ഹീറോയിൻ്റെ കസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവർ 2 പേർക്കും ഇടയിൽ സ്വത്തുക്കൾ തമ്മിലുള്ള പ്രശ്നമുണ്ട് കേട്ടോ. ഈ സ്വത്തുക്കൾ എല്ലാവർക്കും സ്വന്തമാക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അടിപിടിയൊക്കെ 2 പേരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഇങ്ങനെ ഒരു കാര്യം കൂടെ മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് അത് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ആ ടോക്ക് അവിടെ വെച്ച് നിർത്തിയിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ തന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കസിൻ പെൺകുട്ടിയെ നേരെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് പറയുന്നുണ്ട്, മാഡം നിങ്ങളുടെ ഭർത്താവ് എന്നോട് മോശമായിട്ട് പെരുമാറാനായിട്ട് വന്ന സമയത്ത് ഞാൻ ഒന്ന് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇയാൾ തറയിലേക്ക് വീണപ്പോൾ അയാളുടെ ഫോൺ തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസിൻ പെൺകുട്ടിക്ക് വേറൊരാളെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവള് ഭർത്താവിൻ്റെ ഇടയിലും തമ്മിൽ അങ്ങനെ ഭാര്യ ഭർത്താവ് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവരത്ര ടേംസിലും അല്ല. ഇത് നമ്മുടെ ഹീറോയിൻ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഫോൺ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയുന്നുണ്ട്, അതെ വേറൊന്നുമല്ല, എന്നോടിങ്ങനെ തങ്ങളുടെ ഭർത്താവ് പെരുമാറിയെന്ന് പറഞ്ഞിട്ട് അവനെ നൈസായിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്ത് കളയാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കസിൻ പെൺകുട്ടി ചിരിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്ക് പൊറുതി വരുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാവരും കൂടെ അവളെ പൊരിക്കുന്നുണ്ടാവും, ഒന്നും മനസ്സിലാകാതെ അവളെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഈ അസിസ്റ്റൻറ്റ് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതെ സാറേ, നാളെ അങ്ങോട്ടേക്ക് പോകുന്നില്ലേ,
ഇവിടെ ഇരുന്നിട്ട് ഇരിക്കെ പൊറുതി ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഒന്ന് പോയി അവളെ കാണ്. അതാകുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് പറയുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നാളെ ഞാൻ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞത് അവളെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആ മുത്തശ്ശൻ എനിക്കൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ബുക്ക് വായിക്കുമ്പോഴേ ഈ നേരെ വെച്ച് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതേസമയത്ത് നമ്മുടെ ഹീറോ അവനോട് പറയുന്നുണ്ട്, അത് തന്നെ എനിക്ക് നിന്നോടും പറയാനായിട്ടുള്ളത്. നമ്മൾ ബുക്ക് വായിക്കുന്ന സമയത്ത് ബുക്ക് നേരെ പിടിച്ച് വായിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തിറങ്ങിയിരുന്നിട്ട് നിലാവ് നോക്കിയിരിക്കുന്ന സമയത്ത് പുതിയൊരാൾ എൻട്രി ആവുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ മുത്തശ്ശൻ്റെ കമ്പനിയിൽ ടോപ്പ് പോസ്റ്റിലിരിക്കുന്ന ഒരാളുടെ മകനാണ് കേട്ടോ. ഓഫീസിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ ചെക്കൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ വരുന്ന സമയത്ത് മുത്തശ്ശൻ അവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു നിലാവ് നോക്കിയിരിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി അവൻ കാണുന്നുണ്ടായിരുന്നത്. നേരെ അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ചെക്കന് അധികം അങ്ങനെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് പുറത്തിരിക്കുമല്ലേ, തണുക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കോട്ടൂരി അവൾക്ക് ഇട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പേര് നമുക്ക് ലൂയിന്ന് വെക്കാം കേട്ടോ. അങ്ങനെ അവൻ പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ അവിടെ പ്രസൻ്റ് ആകുന്നുണ്ട് കേട്ടോ. നേരെ വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, അവൻ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അതായത് നമ്മുടെ ഹീറോയിൻ്റെ കസിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവൾ നടന്ന കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ കറക്റ്റ് സമയത്ത് ഈ കസിനും ഈ ഹസ്ബൻഡും കൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നൈസായിട്ട് ഈ വീൽ ചെയറിൽ ഇവൻ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. തലേ ദിവസം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ ഫോണ്, അതായത് ആ കസിൻ പെൺകുട്ടിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത സമയത്ത് ഹീറോയിൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ഒക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ദേ നോക്കിയേ, ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നലെ ഇടപെട്ടത് പോട്ടെ, ഇനി മേലിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആകെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഹസ്ബൻഡിലെ കസിൻ്റെ ഹസ്ബൻഡ് അവനെ നേരെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയി തള്ളി ഇടുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഈ കസിൻ പെൺകുട്ടിയാണെങ്കിൽ നേരെ ഓടി പോകുന്നുണ്ടായിരുന്നു. അയ്യോ സോറി എൻ്റെ കാല് സ്ലിപ്പായി, അങ്ങനെ സോറി എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇത് മതിയല്ലോ, ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഗാർഡനിൽ കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വീടിനുള്ളിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവന് കല്യാണം ഉറപ്പിച്ച് വെച്ച നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റിയില്ലേ, അതായത് അച്ഛൻ്റെ സഹോദരി, ആ പെൺകുട്ടിയും വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവൻ കാണാൻ വേണ്ടിയിട്ട് പല പോസുകളിലേക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡിസൈനർ ആയിട്ടുള്ള ഒരാൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സായിരുന്നു. ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നല്ല മോശമായിട്ടുണ്ട്, അത് മാത്രമല്ല ഒന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാവോ, നിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇവൻ ആക്ച്വലി മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അങ്ങനെ മുത്തശ്ശൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അല്ല, ഈ ഇടയായിട്ട് നിന്നെ ഇവിടേക്കൊന്നും കാണാനില്ലല്ലോ, എന്ത് പറ്റി? നീ വരുന്ന സമയത്തെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ വരാറുള്ളൂ. അവൻ എന്തിനാ നീ സ്വിമ്മിംഗ് പൂളിലേക്ക് പിടിച്ച് തള്ളിയത്? അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും ഇപ്പോൾ വന്ന കാര്യം എന്താണെന്ന് പറയാനായിട്ട് പറയുമ്പോൾ ഇവൻ്റെ ശ്രദ്ധ ഇവിടെ ഒന്നും അല്ല എന്നുള്ളത് മുത്തശ്ശന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. വന്ന സമയം മുതലേ ഞാൻ നിന്നെ നോക്കുവാണ്, നിൻ്റെ ശ്രദ്ധ ഇവിടെ ഒന്നുമല്ല, നീ പുറത്തേക്ക് ആ പെൺകുട്ടിയെ തന്നെ നോക്കിയിരിക്കുന്നു പറയുമ്പോൾ ഇവനാണെങ്കിൽ തിരിച്ച് എന്ത് പറയണമെന്നറിയാതെ ആകെ കിടന്ന് പതറുന്നുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യം പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പിന്നെയും നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ശരി, നീ വന്ന കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോയിട്ട് ഹീറോയിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവനിങ്ങനെ വന്ന സമയം മുതലേ ഹീറോയിൻ്റെ പുറകെ നടക്കുന്നത് കാണുമ്പോൾ ഇവിടെ ഈ ആൻറ്റിയും ഈ കസിൻ പെൺകുട്ടിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവൾ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ വന്നിട്ട് നൈറ്റ് ആവുന്നുണ്ടായിരുന്നു. ഹീറോയിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഈ ആൻറ്റിക്കില്ലേ, അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തന്നോടൊരു വാക്ക് പോലും അവൻ പറയാതെ പോകും, എന്നിട്ട് അവളോട് പോയി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൾ എന്തായാലും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആൻറ്റിയും കസിനും കൂടെ നമ്മുടെ ഹീറോയിനെ നേരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഹീറോയിൻ്റെ അച്ഛൻ്റെ റൂമിലേക്കായിരുന്നു. അവിടെ അങ്ങനെ ആരും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇവളോട് എന്തോ സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ പുറകിൽ മുത്തശ്ശൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇവിടെ നിന്ന് പോകാനും പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ കസിനോടും ഈ ആൻറ്റീനോടും അവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ നിന്ന് മുത്തശ്ശൻ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുത്തശ്ശന് ഹീറോയിൻ തൻ്റെ കൊച്ചുമകളാണെന്നുള്ള കാര്യം അറിയാം കേട്ടോ. അങ്ങനെ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിനെ നേരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പല തവണയായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ചെറുമകളാണോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ ആദ്യമൊക്കെ തീരെ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരുപാട് തവണ ചോദിച്ചു വന്നിട്ട് അവൾ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ കൊച്ചുമകൾ തന്നെയാണെന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നീ ഇങ്ങനെ ഒരു വേഷം കെട്ടി ഇവിടേക്ക് വന്നത്? എൻ്റെ കൊച്ചുമകളാണെങ്കിൽ അത് നിനക്ക് തുറന്നു പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നൂടെ? അതിനുള്ള അവകാശം നിനക്കില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതല്ല മുത്തശ്ശ,
എനിക്ക് എൻ്റെ അച്ഛനെ കൊന്നത് ആരാന്നുള്ളത് അറിയണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാന്നുള്ളത് എനിക്ക് അറിയണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ വന്നാലേ ശരിയാകത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, മോളെ ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. അങ്ങനെ ഒരു കാര്യമായിട്ടാണ് നീ ഇവിടെ വന്നതെങ്കിൽ അത് നീ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അത് നീ അന്വേഷിച്ച് പോയാൽ നിൻ്റെ ജീവനും ആപത്താവുമെന്ന് കൂടെ പറയുമ്പോൾ, ഇല്ല മുത്തശ്ശ, എൻ്റെ ജീവൻ പോയാലും സാരമില്ല, പക്ഷേ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ആക്കിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ മതിയാവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനപ്പുറം ഇവളോട് എന്ത് പറഞ്ഞാലും ഇവൾ കേൾക്കത്തില്ലെന്നുള്ള മുത്തശ്ശൻ അറിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ തൻ്റെ കൊച്ചുമകളാണ് ഇവളെന്നുള്ള കാര്യം മുത്തശ്ശൻ അറിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു വേലക്കാരിയായിട്ട് അവൾ അവിടെ നിർത്താനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ ആൻറ്റിനോടും കസിൻ പെൺകുട്ടിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. തൻ്റെ കമ്പനിയിൽ ഒരുപാട് പോസ്റ്റുകൾ ഒഴിവുണ്ടല്ലോ, അതിലേതിലെങ്കിലും ഒന്ന് ഇവളെ ജോലിക്കാക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവർക്കാകെ അവളെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ ഹീറോയിനും കൂട്ടിയിട്ട് മുത്തശ്ശൻ നേരെ അയാളുടെ കമ്പനിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് അതിൽ ഹയസ്റ്റ് പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഇവള് ഹൈലി ടാലൻറ്റഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോജക്റ്റ് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഏറ്റവും നന്നായിട്ടിരിക്കുന്ന ടോപ്പ് പൊസിഷനിലിരിക്കുന്ന പ്രോജക്റ്റ് ഏതാണോ അത് ഇവൾക്ക് കൊടുക്കണം. ഇവൾ നന്നായിട്ട് ചെയ്യും. മാത്രമല്ല തൻ്റെ മകനുണ്ടല്ലോ ലൂയി, അവനെയും കൂടി ഇവളുടെ കൂട്ടത്താക്കിയാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തേക്ക് അവിടേക്ക് ലൂയി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനെയും ഈ ലൂയിയെയും ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഇവർ ഏർപ്പാടാക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും മറുത്തൊന്നും അതിന് പറയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഹീറോയുടെ പ്ലാനായിരുന്നു കേട്ടോ. അതായത് ഈ ലൂയിയുടെ അച്ഛനും ഈ ഹീറോയിൻ്റെ അച്ഛൻ്റെ മരണത്തിന് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടായിരുന്നു. അയാളോട് ഈ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ചേർന്നിരുന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നമ്മുടെ ഹീറോയിനും എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ എന്തായാലും അവിടെ ഇനി ജോലി ചെയ്യാനുള്ള തീരുമാനത്തിലെത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയെ പുറത്ത് വെച്ചിട്ട് എവിടെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിൽ വന്നിട്ട് ഹീറോയെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ട് ഹീറോയെ കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോ പുറകിൽ കൂടെ വന്നിട്ട് അവളെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളും പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. എത്ര സമയം നിന്നിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്? നമ്മളിങ്ങനെ പുറത്ത് എവിടെയെങ്കിലും വന്ന് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുള്ളത് നിനക്കറിയാലോ. ഞാൻ കഷ്ടപ്പെട്ട ഇവിടെ വന്ന് ഇരിക്കുന്നത് പോലും. അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ കാണുമെന്ന് പറയുമ്പോൾ ഒന്ന് സമയത്തിന് വരണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ പ്ലാനിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്തായാലും നീ പറഞ്ഞു തന്നതുപോലെ ഞാൻ ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ കൂടെ തന്നെയാണ് പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്കൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സാരമില്ല, ഇനിയും സമയം കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടെത്താനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവൻ വേറെന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഇത്രയും അധികം ഇൻട്രസ്റ്റ് എന്തിനാണ് ഇവരുടെ മേൽ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറോയിൻ കുഞ്ഞായിരുന്ന സമയത്ത് ഹീറോയുടെ അച്ഛനും ഹീറോയിൻ്റെ അച്ഛനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ കമ്പനിക്കാർ തമ്മിൽ. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ്റെ അച്ഛന് ഇങ്ങനെ ശത്രുക്കൾ കൂടി വരുന്ന സമയത്ത് ഹീറോയിൻ്റെ അച്ഛൻ നേരെ പോയിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, തൻ്റെ മകളെ ആരെ വിശ്വസിച്ചേൽപ്പിക്കണമെന്ന് അറിയത്തില്ല എന്നും എനിക്ക് ആകെ വിശ്വാസമുള്ളത് അത് നിന്നെ മാത്രമാണ്. ഞാൻ മരിച്ചു പോയിരുന്നിരുന്നാലും എൻ്റെ മകളുടെ ഗാർഡിയനായിട്ട് നീ എന്നും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു ഇതുവരെയും ഇവളുടെ കൂടെ അവൻ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് അവനിങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്ന സമയത്ത് ഹീറോയിനെ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലിരുത്തി ആട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഈ ഹീറോയിൻ്റെ കസിൻ പെൺകുട്ടിയും ഈ ആൻറ്റിക്കും ആണെങ്കിലും ഭയങ്കര ദേഷ്യമായിരുന്നു ഹീറോയിൻ്റെ അടുത്ത്. അവർക്കും ചെറുതായിട്ട് ഒരു കാര്യത്തിൽ ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അതായത് മരിച്ചുപോയ അയാളുടെ അതേ മുഖമാണ് അവൾക്കും. ഇനിയെങ്ങാനും അത് അയാളുടെ മകൾ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഇവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഒരേ ഒരു കാര്യം മാത്രം അറിയാം, അവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ മുത്തശ്ശൻ ഏതെങ്കിലും വഴിക്ക് ഈ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കുത്തിയിരുന്നിട്ട് കുറേ പ്ലാനുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ പ്ലാനിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിനെ ഈ കസിൻ പെൺകുട്ടിയിൽ അവളാണെങ്കിലും ഭയങ്കരമായിട്ട് അടിയിടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഇവളുടെ ഭർത്താവ് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇവനിങ്ങനെ വീഡിയോ എടുക്കുന്നുള്ള കാര്യം ഈ കസിൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ തനിക്ക് ഈ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത് ഹീറോയിൻ ആരോടും പുറത്ത് പറയുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഹീറോയിനെ കാണാനായിട്ട് ലൂയി വീട്ടിലേക്ക് വരുന്ന സമയം അവളുടെ മുഖത്തെന്തോ അടിയുടെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്ത് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ അവനോടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇവള് എന്തോ വിഷമത്തിലാണെന്നുള്ളത് മനസ്സിലായപ്പോൾ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നുള്ളത് ഇവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതായത് നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഹീറോയിൻ്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, താൻ ഇവനെ യൂസ് ചെയ്യുകയാണല്ലോ, അതായത് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇവനോട് ഇങ്ങനെ കൂട്ടുകൂടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവനിങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കാൻ വിളിച്ച സ്ഥിതിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോയിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ കാരണക്കാരാരൊക്കെയാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലോ ഹീറോയിൻ ഇപ്പോൾ ഈ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഈ ലൂയിക്കും അറിയാമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ആ അങ്കിളിൻ്റെ മരണത്തെ പറ്റിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ അയാൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അയാൾ എന്നെ
പഠിത്തത്തിന് വേണ്ടിയിട്ടൊക്കെ സഹായിച്ചത്. അയാൾ തന്ന ഡൊണേഷൻ വെച്ച ഞാൻ ഇതുവരെയും പഠിച്ചത്. അപ്പോൾ എനിക്കെന്തോ അയാളുടെ മരണത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് അറിയണമെന്നുണ്ട്. അങ്ങനെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനും പിന്നെ ഒന്നും തിരിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ ഈ ലിപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു ഇച്ചിലിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഇവനാണെങ്കിൽ ദേ നിന്റെ കവിളിൽ ഒരു ഇതിരിക്കുന്നത് പറഞ്ഞിങ്ങനെ എടുക്കാനായിട്ട് വരുന്ന സമയത്ത് തൊട്ട് പുറകിലായിട്ട് ഇരുന്നിട്ട് ഹീറോ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവനെ കടിച്ച് തിന്നാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവനിങ്ങനെ അത് എടുക്കാനായിട്ട് വരുന്ന സമയത്ത് എത്ര ധൈര്യം ഉണ്ടടാ അവളുടെ ദേഹത്തിനൊക്കെ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഈ ലൂയും ആണെങ്കിൽ വായും തുറന്നിരിക്കുന്നുണ്ടായിരുന്നു, ഇതാരെ ഈ വന്നതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നേരെ ഇവൻ വന്ന് ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് പതുക്കെ പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? എങ്ങനെയെങ്കിലും ഇവൻ്റെ സൈഡിൽ നിന്ന് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാമെന്ന് വിചാരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, കാരണം ഇവനൊരു അപ്പാവി കേസാണ്, അതുകൊണ്ട് തന്നെ ഇവൻ ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെയും ഒരു ഫുഡ് കഴിക്കാൻ ഇട്ടിരിക്കുന്ന സമയത്ത് ലൂയി ഒരു കാര്യം പറയുന്നുണ്ട്, നീ എന്തായാലും ഈ അങ്കിളിനെ പറ്റിയിട്ട് അന്വേഷിക്കാനാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തന്നോട് പറഞ്ഞു തരട്ടെ. ഈ അങ്കിളിൻ്റെ ഭാര്യയില്ലേ, അവർ മരിച്ചുപോയി എന്നാണ് ഇവരെല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർ മരിച്ചു പോയിട്ടില്ല, അവരിപ്പോഴും ജീവനോടെയുണ്ട്. അവരുടെ ഓർമ്മയ്ക്കും ബുദ്ധിക്കുമൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവരിപ്പോൾ ഒരു മെൻ്റൽ ഹോസ്പിറ്റലാണെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനാകെ ഷോക്കായിരുന്നു. അവൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ അമ്മയെ കാണാനായിട്ട് ഹീറോയിൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് തൻ്റെ മകളാണ് അടുത്ത് വന്നിരിക്കുന്നതൊന്നും അറിയത്തില്ലായിരുന്നു. അവരെന്തോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അതിന് ശേഷം അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഹീറോയ്ക്കും ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നിൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാർ ആരാണെന്നും നിൻ്റെ അമ്മ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് നിനക്ക് അറിയണമെങ്കിൽ നിൻ്റെ മുമ്പിൽ രണ്ട് വഴി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നീ പഴയതുപോലെ തന്നെ അവിടെ ഒരു ജോലിക്കാരിയായിട്ട് എന്നെ തുടരുക, പക്ഷെ അങ്ങനെ തുടർന്നാൽ നിൻ്റെ ജീവനും അത് ആപത്താണ്. അതല്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുക. ഈ 2 ഓപ്ഷനുമാണ് നിനക്കുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു കേൾക്കുമ്പോൾ. കാര്യം നമ്മുടെ ഹീറോയെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് പിന്നാലെ തന്നെ അവൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വെറുതെ വേണ്ട, കോൺട്രാക്ട് ബേസിൽ മാത്രം മതി കല്യാണം എന്ന് പറയുമ്പോൾ അവളുടെ മുഖം അങ്ങ് വാടി പോകുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നിരുന്നാലും അങ്ങനെയെങ്കിലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാകാനുള്ള തീരുമാനത്തിലെത്തുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ മുത്തശ്ശനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അടിച്ച കാര്യമൊക്കെ അറിയുന്നതുകൊണ്ട് ആ വീഡിയോയും കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഈ കസിനെയും ഹസ്ബൻഡിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ടായിരുന്നു. അവരെന്തൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും ഇയാൾ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് തൻ്റെ മകളാണെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ കസിനെയും ഹസ്ബൻഡിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ഇവിടെ ഈ മകളിലെ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റി, അവരാണെങ്കിൽ ഹീറോയിനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവരുടെ അടുത്തേക്ക് പോയിട്ട് ഹീറോയിനെ എവിടെ നിന്നാണ് ദത്തെടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നുണ്ടായിരുന്നു. കുറേ പണം കൊടുത്തതുകൊണ്ട് തന്നെ അവരതെല്ലാം മണിമണിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ വലിയൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. താൻ വിവാഹിതനാകാൻ പോകുന്നതായിരുന്നു അനൗൺസ്മെൻറ്റ്. അവിടേക്ക് കുറേ പേരെ ഇവൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മുത്തശ്ശൻ്റെ മകൾ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റിയും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആൻറ്റിയുടെ മനസ്സിൽ മുഴുവനും തന്നെയാണ് അവൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും തന്നെ ഇവിടെ വെച്ച് എല്ലാവരുടെ മുമ്പിൽ പ്രപ്പോസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രതീക്ഷയിൽ ഇങ്ങനെ കൊതിച്ച് നിൽക്കുന്ന സമയം അവിടേക്ക് ട്വിസ്റ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ ഹീറോയിൻ അവൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നും എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പിന്നെ അവൾക്ക് ഒന്നും കണ്ടു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹീറോയുടെ അച്ഛനാണെങ്കിൽ അവൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നീ എന്താണ് ഈ ചെയ്തത്? എൻ്റെ പ്ലാൻ മുഴുവനും നീ തുലച്ചു കഴിഞ്ഞല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇയാളാകെ തലയ്ക്ക് പ്രാന്ത് എടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ മുത്തശ്ശിൻ്റെ കമ്പനിയിൽ ഒരുപാട് പ്രോജക്റ്റും കുറേ ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു ടൈപ്പിലായിക്കഴിഞ്ഞാൽ, അതായത് തൻ്റെ മകനെയും അവളെയും കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു കുടുംബക്കാരാണല്ലോ, അതുവഴി തനിക്കും ഈ ബിസിനസ് പരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു തൻ്റെ മകനെ അവരെ വിട്ടിട്ട് കല്യാണം കഴിപ്പിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലോ. ഹീറോ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഹീറോയിനാണല്ലോ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോൾ ഇയാൾക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, അച്ഛൻ്റെ പ്ലാൻ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. എന്തായാലും അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് നോക്കി വെച്ച പെൺകുട്ടിയെക്കാട്ടിലും എത്രയോ പടി മേലെയാണ് ഞാനിപ്പോൾ കണ്ടെത്തിയ പെൺകുട്ടിയെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ടെങ്കിലും
ഹീറോയ്ക്ക് ഒരു വല്യമ്മയും വല്യച്ഛനും ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അവരെയും കൂടെ പറഞ്ഞ് സമ്മതിപ്പിക്കണമായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും കൂടെ നേരെ അവരെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെന്തുകൊണ്ടോ ഹീറോയിനെ കാണുമ്പോൾ തന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മകൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി വേണ്ടേ? അങ്ങനെ എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത്? പക്ഷെ അവൾ അങ്ങനെയല്ല. അവളെയാണ് എൻ്റെ മകൻ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങൾ അക്കാര്യത്തിൽ എന്തായാലും വിഷമിക്കേണ്ട. ആ ഫാമിലിക്കാരുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം വേണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ കമ്പനിയിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആ കമ്പനിയിൽ നിന്നും അവരെല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒറ്റ ഉദ്ദേശമല്ല ഇതിലൂടെ നിങ്ങൾക്കുണ്ടായിരുന്നത്. അത് ഓർത്ത് എന്തായാലും വിഷമിക്കേണ്ട, അത് ഞാൻ സാധിച്ചു തരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഇവർക്കും ഓക്കെ ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്ലാനിൻ്റെ ബേസിൽ നമ്മുടെ ഹീറോയിനും കൂടെ ചേർന്നിട്ട് ഒരാളെ പോയി മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്കും നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെ കമ്പനിയുമായിട്ട് മാത്രമല്ല, അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ ആരാണെന്നും അച്ഛനെ ഇങ്ങനെ ഒരു ട്രാപ്പിലാക്കിയത് ആരാണെന്നോ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. പക്ഷേ അതൊക്കെ അയാൾ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഹീറോയിനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. പിന്നെയും ഇതിനെ പറ്റിയിട്ട് ചോദിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഡൗട്ട് അടിക്കുമെന്ന് തോന്നിയിട്ട് ഹീറോ പെട്ടെന്ന് കാര്യം ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതെൻ്റെ ഫിയാൻസിയാണ്, ഇയാളുടെ കമ്പനിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? ഞങ്ങളുടെ കമ്പനിയെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ട്വിസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിടുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹീറോയിനെ ഈ ലോകത്ത് തന്നെ ഇല്ലാതാക്കണമായിരുന്നു. അതിൻ്റെ ആദ്യത്തെ പടി എന്ന രീതിയിൽ പുതിയൊരു പെൺകുട്ടിയെയും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, തൻ്റെ മകൻ്റെ മകള്, അതായത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ മകള് ഈ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശൻ അങ്ങനെ വെറുതെ ഒന്നും വിശ്വസിക്കത്തില്ല എന്നുള്ളത് അവൾക്കറിയാവുന്നതുള്ളത് കൊണ്ട് തന്നെ അവളൊരു ഇല്ലാത്ത DNA ടെസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഇയാൾ അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ തൻ്റെ യഥാർത്ഥ പേരക്കുട്ടി വേറെ ഏതോ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ വിശ്വസിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനെ ഈ ലൂയി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതെ, നീ അറിഞ്ഞോ, നിൻ്റെ മുത്തശ്ശൻ എല്ലാവരും കൂടെ അടുത്ത ട്രാപ്പിലാക്കിയിരിക്കുക. ഏതോ ഒരു പെൺകുട്ടിയെന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീറോയിന് അത് കേൾക്കുമ്പോൾ വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനായിട്ടുണ്ട്, എന്നെ ഒന്ന് കാണാനായിട്ട് വരുമെന്ന് പറഞ്ഞ് ഹീറോയിനോട് ചോദിക്കുമ്പോൾ തന്നെ ഹീറോ പെട്ടെന്ന് വന്ന് ഫോൺ പിടിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ കാണാനും വരുന്നില്ല, നിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട, ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, നീ അങ്ങനെ പറയാതെ, അവന് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണോ കാണാനായിട്ട് വരാൻ പറഞ്ഞെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടൊന്ന് പോയി കാണുന്നത് നല്ലത്. അവനും അവൻ്റെ അച്ഛനും ഉണ്ടെന്നാണ് പറഞ്ഞെന്ന് പറയുമ്പോൾ ഹീറോയും അതിന് പിന്നെ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഹീറോയിനും കൂടെ ചേർന്നിട്ട് നേരെ ലൂയിയുടെ അച്ഛനെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് ഹീറോയിനാണെങ്കിൽ നമ്മുടെ കമ്പനി സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിലും കുറേ നേരം ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് ഹീറോ വന്ന കാര്യം നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാർ ആരൊക്കെയാണെന്നുള്ള എന്നതിനെ പറ്റിയിട്ട് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്കൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അയാൾ കള്ളമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇയാളും ഹീറോയിൻ്റെ അച്ഛൻ്റെ മരണത്തിന് അറിഞ്ഞോ അറിയാതെ ഒരു കാരണക്കാരനാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം രാത്രിയാകുന്നുണ്ടായിരുന്നു. രാത്രിയായിട്ടും നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇരുന്നിട്ട് സമാധാനം വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്നേരം അസിസ്റ്റൻ്റ് വന്ന് പറയുന്നുണ്ട്, അത് അവൾ ആരോ അത്യാവശ്യമായിട്ട് കാണാൻ പോകുമെന്ന് എന്നോട് പറഞ്ഞത്, രാത്രിയാവും വരാനെന്നും പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇവനെന്തോ സമാധാനം ഇല്ലാത്തത് കാരണം ഞാൻ അവളെ അന്വേഷിച്ച് പോകുവാണെന്നും നീ ഇവിടെ ഇരുന്നിട്ട് അവളെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ പോകുന്നുണ്ടായിരുന്നു ഹീറോയിനെ അന്വേഷിച്ചിട്ട്. ഹീറോയിൻ ഇവിടെ എവിടെയാണ് വന്നതെന്ന് പറഞ്ഞാൽ ഹീറോയിൻ്റെ അച്ഛൻ ഒരു ഫ്രണ്ടിനെ കാണാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ കമ്പനി എന്തായാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അർത്ഥമില്ല, പക്ഷേ അന്ന് അവിടെ നല്ല രീതിയിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും അറിയാമെങ്കിൽ എങ്ങനെയെങ്കിലും ഹീറോയുടെ കമ്പനിയിലേക്ക് വരണമെന്നും അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇയാളും ഓക്കെ പറയുന്നുണ്ടായിരുന്നു. ഇയാളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഹീറോയിനോട് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൾ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി മിസ് കോൾ വന്നതുകൊണ്ട് തന്നെ അവൾ തിരികെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയുടെ ഫോൺ അസിസ്റ്റൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളിത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരാളെ കാണണമെന്ന്, അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ അസിസ്റ്റൻ്റ് ചേട്ടത്തി എന്നാണ് കേട്ടോ ഇവിടെ വിളിക്കുന്നത്. ചേട്ടത്തി നിങ്ങൾ അന്വേഷിച്ചിട്ട് കുറച്ച് മുന്നേ സാർ അങ്ങോട്ട് വരുന്നതായിരുന്നു, സാറിനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇല്ല ഞാൻ കണ്ടില്ല, അവൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ കുറേ നേരം ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ചേട്ടത്തി ഇങ്ങനെ പോയ സമയത്ത് ആരൊക്കെ ചേർന്നിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഹീറോയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവൻ ഇവിടെ നിന്ന് പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ ഒറ്റയ്ക്ക് രാത്രി നടന്നു പോകുന്ന സമയത്ത് അവളെ കറക്റ്റായിട്ട് ആരൊക്കെയോ ചേർന്ന് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പുറകിൽ കൂടെ വന്നിട്ട് ഹീറോ അത് കാണുന്നതുകൊണ്ട് അവർക്കൊക്കെ അടി ഇടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പുറകിൽ നടക്കുന്ന അടി ഇടി ഒന്നും തന്നെ ഹീറോ അറിയുന്നുണ്ടായിരുന്നില്ല. ഹീറോ നേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ ഹീറോ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ അവൻ്റെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്ത് അടിയിടിയുടെ പാടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് മുഖം ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുകയായിരുന്നു. ഹീറോയിൻ അത് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് സങ്കടം വരുമെന്ന്
വിചാരിച്ചിട്ട്. എന്തായാലും അവളാണെങ്കിൽ നേരെ റൂമിലേക്ക് വന്നിട്ട് എനിക്ക് നിന്നോട് കുറേ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഈ മുഖം മറച്ചു വെച്ചിരിക്കുന്നത് മാറ്റുന്നുണ്ടായിരുന്നില്ല. അത് നീ എന്തിനാ ഈ ഷീറ്റ് എടുത്ത് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്, എനിക്ക് നിന്റെ മുഖം നോക്കി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവളത് പിടിച്ചു വലിക്കുമ്പോഴായിരുന്നു അവൻ്റെ മുഖത്ത് അടിയിടിയൊക്കെ കിട്ടിയ പാടുകൾ അവൾ കാണുന്നുണ്ടായിരുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. താൻ കാരണമാണല്ലോ ഇവൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോയും വന്നിട്ട് പറയുന്നുണ്ട്, അയ്യേ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, ഇത് നീ സാരമാക്കണ്ട, എനിക്കിതൊരു പ്രശ്നമേ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഹീറോയിൻ അവനെ കയറി കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനും കാത്തിരുന്ന് കിട്ടിയതല്ലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ബെഡിലേക്ക് കിടന്ന് കിസ്സിങ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കിസ്സിങ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റിയും അസിസ്റ്റൻറ്റുമായിട്ട് പുറത്തെവിടെയോ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇവിടെ എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻറ്റി ഒരു പെൺകുട്ടിയെ ഹീറോയിൻ ആണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ പരിചയപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ, ആ പെൺകുട്ടി നമ്മുടെ ഹീറോയിൻ്റെ ആളായിരുന്നു കേട്ടോ. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോണിന് റെക്കോർഡർ ഓൺ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവർ രണ്ടുപേരും അറിയുന്നില്ല. ഇവരിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കറക്റ്റായിട്ട് ഹീറോയിനെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ സംസാരിക്കുന്നതിൽ വെച്ചിട്ട് ഇവർക്ക് ഉറപ്പായിട്ടും ഹീറോയിൻ്റെ അച്ഛൻ്റെ മരണത്തിൽ പങ്കുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ആ സമയത്ത് പറയുന്നുണ്ട്, ഇവർ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു സംശയവും കൂടെ പറയുന്നുണ്ട്. ഇനി എങ്ങാനും ആ ലൂയിയുടെ അച്ഛനായിരിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ലൂയി അവരുടെ സ്വന്തം മകനല്ല, അവനെ അവർ അഡോപ്റ്റ് ചെയ്തതാണ്. അതിനെ പറ്റിയിട്ടൊക്കെ അവൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സംശയം അയാളായിരിക്കും എന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് നൈറ്റ് ഹീറോയുടെ അച്ഛനോട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ കമ്പനിയിലുണ്ടായിരുന്ന കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഇപ്പോൾ ഹീറോയുടെ കമ്പനിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹാപ്പിയിൽ തന്നെ ഇവരാണെങ്കിൽ തൻ്റെ മരുമകളായിട്ട് ഹീറോയിനെ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ സന്തോഷം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മുത്തശ്ശിനെ ഇവിടെ ഭീഷണിപ്പെടുത്തിയിട്ട് സ്വത്തുക്കളെല്ലാം നമ്മുടെ ഈ ആൻറ്റിയുടെയും അസിസ്റ്റൻറ്റിൻ്റെയും പേരിൽ എഴുതി വാങ്ങാനായിട്ടുള്ള പരിപാടി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ലൂയിയുടെ അച്ഛനാണെങ്കിൽ ഹീറോയിനൊന്ന് തനിച്ച് കാണുമെന്ന് പറഞ്ഞിട്ട് എവിടേക്കോ വരാനായിട്ട്, അതായത് ഒറ്റയ്ക്ക് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും തൻ്റെ അച്ഛൻ്റെ മരണത്തിന് എന്തെങ്കിലും തെളിവുകൾ തരാനായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഓടി വരുന്ന സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ മരിക്കുന്നതിന് ഒരു 2 ദിവസം മുന്നേ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ. പക്ഷെ ആ പാർട്ടിയിൽ അയാളുടെ കൂടെ വേറെ ഏതൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് ആരാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ആ പെൺകുട്ടിയെ ആരാണ് അവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ സമയത്ത് ഇയാളുടെ കൂടെ ഈ പെൺകുട്ടി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പരക്കെ പറഞ്ഞു വരുത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ മനോവിഷമത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തെന്നുള്ളത് എനിക്കറിയാമെന്നുള്ളത്. ഞാനിപ്പോൾ എന്താണ് പറയാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ, അന്ന് ആ പാർട്ടിയുടെ ഇടയിൽ ഈ ലേഡിയുടെ കൂടെയെല്ലാം നിൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയത് നീ ഇപ്പോൾ ഒരുമിച്ച് വിശ്വസിച്ച് കൂടെ ജീവിക്കുന്ന അയാളില്ലേ, അതായത് നമ്മുടെ ഹീറോ, അവനാണെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ എന്ത് വിശ്വസിക്കണമെന്നുള്ള അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. തൻ്റെ ചുറ്റിലും ഒന്നാമതേ ശത്രുക്കളാണ്, അതിൽ കൂടെ ഹീറോ എന്നെ ചതിക്കാനാണ് നോക്കുന്നത്. ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇയാൾ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോഴും ഞങ്ങളുടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണ് അവർ നോക്കുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് ഹീറോയുടെ അച്ഛനും കൂടെ ചേർന്നിട്ടായിരിക്കുമോ എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് അവൾ തല പൊങ്ങി നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഹീറോയ്ക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അയാൾ എന്തിനാണ് വിളിപ്പിച്ചതെന്നും ഇപ്പോൾ എന്തൊക്കെയായിരിക്കും തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. അതിനെപ്പറ്റിയിട്ട് ചോദിക്കുമ്പോൾ തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ആണെങ്കിൽ ഇവളെന്തൊക്കെ പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കാനായിട്ട് നോക്കിയിട്ടും ഇവൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരാരാണെന്നുള്ളത് എനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അത് നീ എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ സാധനങ്ങളെല്ലാം വാരി പറക്കി കെട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ പിന്നെയും പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത്, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക, എനിക്കും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നിൻ്റെ അച്ഛനെ ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുള്ള ശരി തന്നെയാണ്, പക്ഷേ ആ പെൺകുട്ടിയെ എനിക്ക് അറിയത്തില്ല, ഞാനല്ല അവളവിടെ കൊണ്ടുവന്നതൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവൾക്കിപ്പോൾ ഇവളുടെ ഈ സാഹചര്യത്തിൽ നിന്ന് നോക്കിയിരുന്നാലും ഇവൾക്ക് ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹീറോയായിട്ട് വഴക്കിട്ടിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ ലൂയി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ നല്ലവനാണെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നില്ലേ, പക്ഷേ ഇവനും ഒരു ഫ്രോഡായിരുന്നു കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെ മരണത്തിൽ ഇവനും ഒരു കാരണക്കാരനാണ്. അങ്ങനെ ഇവൻ വന്നിട്ട് അവനുമായിട്ട് നീ വഴക്കിട്ടല്ലേ, നീ വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ എൻ്റെ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവളാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഇവൻ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഭയങ്കര അടുപ്പമുള്ളതുപോലെയൊക്കെ ഇവളുടെ ദേഹത്തും കവിളിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ പ്ലീസ്, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, എനിക്കൊന്ന് തനിച്ച് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവളെങ്ങനെ വിളിച്ചാൽ ഇവളെന്തായാലും വരത്തില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ഇവളെ ഭീഷണിപ്പെടുത്തിയിട്ട് തൻ്റെ ആൾക്കാരെ വിട്ടിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിന് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇവനും ചതിയനാണെന്നുള്ള കാര്യം.
അതോടൊപ്പം തന്നെ ഇവൻ പറയുന്നുണ്ട്, എന്തായാലും നിനക്കിനി അവൻ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് എന്നെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ അത് നിരസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിൻ്റെ അമ്മ ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളതെന്നും നിൻ്റെ അമ്മ ജീവനോടെ ഇരിക്കണമെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കണമെന്നും കൂടെ പറയുമ്പോൾ ഹീറോയിന് അത് സമ്മതിക്കാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലൂയിയുടെ വീട്ടിലേക്ക് ഇവൾ പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയുടെ തലയിൽ ഇടി വീണതുപോലെ അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അച്ഛനും അസിസ്റ്റൻറ്റും കൂടെ വന്നിട്ട് 1000 തവണ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവനൊന്നും തന്നെ മിണ്ടാതെ പ്രതിമ കണക്കിന് ഇരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയുടെ ബ്രേക്കപ്പ് ആയോ, നീ ഒരു നിരാശകാമോൻ എന്ന രീതിയിൽ ഇരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛാ, നീ കളിയാക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ നീ കാര്യം പറയും എന്താന്ന് പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഇവൻ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛനാണെങ്കിൽ എന്തോ ഒരു കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട്, അന്ന് ആ പാർട്ടിൽ നടന്ന കുറച്ച് വിഷ്വൽസ് അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ലാപ്ടോപ്പിലിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ ഹീറോനാണെങ്കിൽ ഇപ്പോൾ നിർബന്ധത്തിന് വഴങ്ങി ലൂയിയെ കല്യാണം കഴിക്കുന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന രീതിയിൽ അവൾ വെഡിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഫോട്ടോസിനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇവർ ഈ പെൻഡ്രൈവ് കുത്തിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്തായിരുന്നു ഹീറോയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ്റെ അച്ഛൻ അന്ന് ആ പാർട്ടിയുടെ ഇടയിൽ വെച്ചിട്ട് മദ്യപിച്ച് ബോധമില്ലാതിരിക്കുന്ന സമയത്ത് ഹീറോയുടെ മുത്തശ്ശൻ ഇയാളോട് എന്തൊക്കെയോ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഈ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഹീറോ കാണുന്നുണ്ടായിരുന്നത്. അത് കാണുമ്പോഴത്തേക്കും ഇവനൊന്നും മനസ്സിലാകാതെ അയാൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതായിരുന്നു. അങ്ങനെ ഈ കാര്യത്തെപ്പറ്റി ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്തായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവരുടെ ശ്രദ്ധ നേരെ പോകുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയിലേക്കായിരുന്നു. ഇനി അവരായിരിക്കോ ഇതിനൊക്കെ കാരണക്കാരി, എന്തോ എനിക്കങ്ങനെ തോന്നുന്നു പറഞ്ഞിട്ട് ഹീറോയുടെ അച്ഛൻ ഇത് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവനും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കല്യാണം സമയം ഇങ്ങനെ അടുത്തിട്ട് അവളാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ലൂയി അവളുടെ അടുത്തേക്ക് വന്നിട്ട് പല രീതിയിൽ സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഇവൾ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്നേരം ലൂയി വന്ന് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നീ ഇപ്പോഴും അവനെ പ്രതീക്ഷിച്ചിരിക്കുവാണല്ലേ, അവൻ നിന്നെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുമെന്നും നിങ്ങളുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നൊക്കെ ഉള്ള കാര്യം. എന്തായാലും ഇതൊക്കെ നിന്റെ നടക്കാത്ത സ്വപ്നങ്ങളാണ്. അവൻ ഇവിടേക്ക് ഒരിക്കലും വരത്തില്ല. എൻ്റെ ആൾക്കാരെ പുറത്ത് മുഴുവനും ഉള്ളത്, അവരെയൊക്കെ താണ്ടി എന്തായാലും അവൻ ഇവിടേക്ക് ജീവനോടെ എത്താനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ ഗുണ്ടകളെല്ലാവരും അടിച്ചു നിരത്തിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കൂടെ. തൻ്റെ അമ്മ ഇവിടെ തനിച്ചാണെന്നും അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരത്തില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയുടെ കൂടെ പോകുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ നേരെ ഹീറോയിൻ്റെ അമ്മയെ കാണാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആക്ച്വലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ഹീറോയിൻ്റെ മുമ്പിൽ മാത്രമായിരുന്നു അവർക്ക് മെൻ്റലാണെന്നുള്ള രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ മുന്നിലിരിക്കുന്ന അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ലൂയിയുടെ അച്ഛനെ മുന്നേ അറിയായിരുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാനായിട്ട് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് 1000 ചോദ്യം ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും അവരതിനൊന്നിനും മറുപടി പറയാതെ എന്തൊക്കെയോ കുറേ കള്ളത്തരങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ കയറി വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇതുകൊണ്ട് എന്താ നേടിയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അവളുടെ മുന്നിൽ പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഞാനും ലൂയിയുടെ അച്ഛനും ഇഷ്ടത്തിലായിരുന്നു. ആ സമയത്ത് എനിക്കൊരു അസുഖം ബാധിച്ചു. പക്ഷേ അയാൾക്ക് എന്നെ ചികിത്സിക്കാനുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊരു ദൈവദൂതനെ പോലെയായിരുന്നു നിന്റെ മുത്തശ്ശൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അയാൾ പറഞ്ഞതിനപ്പുറം കാശ് തന്ന് എന്നെ ചികിത്സിച്ചു. എൻ്റെ അസുഖമെല്ലാം ഭേദമായ സമയത്ത് അയാൾ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അയാളുടെ മകനെ ഞാൻ കല്യാണം കഴിക്കണമെന്നും അതുവഴി ഒരു ആൺകുട്ടി ഉണ്ടായതിനു ശേഷം നീ ഈ കുടുംബത്തിൽ നിന്ന് അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്റെ ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കാനായിട്ട് പോകാനെന്നും. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ അയാൾ എനിക്ക് വേണ്ടിയിട്ട് മുടക്കിയ കാശെല്ലാം ഞാൻ തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ലാതെ എന്നെ നിർബന്ധിച്ച് നിന്റെ അച്ഛനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പക്ഷേ എനിക്ക് ഒരു നിമിഷം പോലും അയാളുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അയാളുടെ കൂടെ ഞാൻ ജീവിച്ച സമയത്തെല്ലാം ഞാൻ സ്നേഹിച്ച ആളെ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ ഞാൻ പ്രസവിച്ചതൊരു പെൺകുട്ടിയായിരുന്നു. അതാണ് നീ. പെൺകുട്ടി ആയതോടുകൂടെ നിന്റെ മുത്തശ്ശൻ കാലുമാറി. അയാൾക്ക് പിന്നെ ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പോകണ്ടെന്നും അയാളുടെ മകൻ്റെ ഭാര്യയായിട്ട് അയാളുടെ പേരക്കുട്ടിയുടെ അമ്മയായിട്ട് ആ കുടുംബത്തിൽ തന്നെ ജീവിക്കണമെന്നുള്ള കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷേ എന്നെക്കൊണ്ട് അത് പറ്റത്തില്ലായിരുന്നു. ഞാൻ സ്നേഹിച്ച ആളെ എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞിട്ട്, അമ്മേ നിങ്ങൾക്കിത് എങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയത്, ഇതിൽ എൻ്റെ അച്ഛൻ എന്താ ചെയ്തത്, ആ പാവ മനുഷ്യന് നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ കൊന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്തപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കാത്തെന്താ,
ഞാനും നിങ്ങളുടെ മകളില്ലെന്നൊക്കെ പറയുമ്പോഴും ഇവർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ ഒരു റെക്കോർഡർ കൊണ്ടുവന്ന് ഈ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഇത് നിങ്ങളുടെ ഭർത്താവില്ലേ, അതായത് ഇവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഇത് നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇത് നീ കേൾക്കുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ജീവനോടുണ്ടായിരിക്കുമ്പോഴാണോ നീ ഇത് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താ തന്നെ ആയിരുന്നിരുന്നാലും നീ ഇതറിയണം. എൻ്റെ അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ചത് നിർബന്ധപ്രകാരമാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഒരു നല്ല പെൺകുട്ടിയെ കൊണ്ടുവന്നു ഞാൻ കല്യാണം കഴിച്ചു. പക്ഷെ അന്ന് മുതൽ ഞാൻ മരിക്കുന്നത് വരെയും നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ടേ പ്രണയിച്ചിട്ടുള്ളൂ. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതിന് ശേഷമായിരുന്നു നിൻ്റെ മനസ്സിൽ ഞാനല്ല വേറൊരാളാണോ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഞാൻ തകർന്നു പോയി. പിന്നെ ഞാൻ ആർക്കും ഒരു ബാധ്യതയായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ സ്വയമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊന്ന് തിരഞ്ഞെടുത്തത്. പിന്നെ ഒരു കാര്യം, എൻ്റെ മോള്, അവളെ നീ അനാഥയാക്കരുത്. നിനക്കും എൻ്റെ മകൾക്കും വേണ്ടിയുള്ള സ്വത്തെല്ലാം ഞാൻ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കും. എൻ്റെ മകൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ എവിടേക്ക് വേണമെങ്കിലും പോയി ജീവിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോൾ റെക്കോർഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കുമ്പോൾ മാത്രം അവർ ഭയങ്കരമായിട്ടൊന്ന് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാർ ആരാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നില്ല, ഹീറോയിൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരുപാട് കള്ളക്കഥകളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ പെണ്ണ് കേസിലെ പ്രതിയാണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊക്കെ കളവാണെന്നും ഈ അമ്മയാണെങ്കിൽ എല്ലാ പത്രക്കാരോടും മീഡിയക്കാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതോടുകൂടെ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ പേരിലായിരുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, ഹീറോയിനും ഒരു കോൺട്രാക്ട് മാരേജിലായിരുന്നല്ലോ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അതിനുകൊണ്ട് തന്നെ ഹീറോയിൻ്റെ കയ്യിൽ അവൻ ഇട്ടുകൊടുത്ത റിങ് തിരികെ ഊരി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിന് അത് കൊടുക്കാനായിട്ട് ഒട്ടും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവൻ പറഞ്ഞതുകൊണ്ട് അവൾ അത് ഊരി അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ഈ റിങ്ങല്ല, നിനക്ക് ഞാൻ പുതിയൊരു റിങ് മേടിച്ചിട്ട് തരാമെന്ന് പറയുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുതിയ റിങ് മേടിച്ച് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലേക്ക് അത് അണിഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ ഡ്രാമ അവസാനിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു മിനി ഡ്രാമയാണോ അതോ എപ്പിസോഡ് വൈസുള്ള ഏതെങ്കിലും പുതിയ ഡ്രാമ വേണോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ അതുകൂടാതെ നമ്മുടെ ഡോക്ടർ സ്ലംബും പുറകെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും